കോടതിയിലേക്ക് കാര്യങ്ങൾ പോയത് മകളുടെ ഹർജിയുടെ ഭാഗമായാണ്. പള്ളിയിൽ തന്നെ അടക്കം ചെയ്യണമെന്നുള്ളതായിരുന്നു മകളുടെ നിലപാട്. അക്കാര്യമാണ് കോടതിയിൽ അറിയിച്ചത്. അതേസമയം മകൻ മറ്റൊരു നിലപാട് കൈമാറണം, അതായിരുന്നു മനസ്സിലാക്കുന്നതാണ് നിലപാട്. അങ്ങനെയാണ് കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും കോടതി പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ മുദ്രാവാക്യം മുഴക്കുന്നു. പക്ഷെ മകളുടെ നിലപാട് പള്ളിയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളതാണ്. മകളുടെ മകനെയും നമുക്ക് കാണാം. അവിടെ എന്തോ സംഭവിക്കുന്നുണ്ട്. റിയ വിവരങ്ങൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? റിയ, നേതാവ് എം ലോറൻസിന് അന്ത്യാഭിവാദം അർപ്പിക്കുന്നു. അതേസമയം അതിന് മറ്റൊരു മാനം കൂടിയുണ്ട്. കോടതിയിലേക്ക് സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്തിയതോടുകൂടി മകളെയും മകളുടെ മകനെയും ഒക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അവർ സ്വീകരിക്കുന്ന നിലപാട്, അദ്ദേഹം വിശ്വാസിയായിരുന്നു, പള്ളിയിൽ വെച്ചായിരുന്നു വിവാഹം ഉൾപ്പെടെ, പള്ളിയിൽ തന്നെ അടക്കം ചെയ്യണമെന്നുള്ളതാണ് മകളുടെ നിലപാട്. അക്കാര്യമാണ് ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹർജിയുമായി പോയത്. അതേസമയം ഹൈക്കോടതി സ്വീകരിച്ച നിലപാട് അനാട്ടമി ആക്ട് അനുസരിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കാമെന്ന് മെഡിക്കൽ കോളേജ് നിർദ്ദേശം നൽകിയിരുന്നു. ആ പശ്ചാത്തലത്തിൽ മകന്റെ ആവശ്യം ഒരുപക്ഷെ അംഗീകരിക്കപ്പെട്ടുവെന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. അക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണവും വിശദാംശങ്ങളുമൊക്കെ വരേണ്ടതുണ്ട്. എങ്കിലും ഇപ്പോഴത്തെ നിലയിൽ മെഡിക്കൽ കോളേജിലേക്കാണ് മൃതദേഹം മാറ്റാൻ പോകുന്നത്. മകൾ എതിർക്കുന്നുണ്ട് എന്ന തോന്നലുണ്ടാക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളുമൊക്കെ അവിടെ കാണാം. റിയ വിവരങ്ങൾ എന്താണ് സംഭവിക്കുന്നത്? രംഗങ്ങളാണ്. കേരളത്തിലെ സിറ്റിന്റെ ചരിത്രത്തിന്റെ ഭാഗം കൂടിയായ മുതിർന്ന നേതാവ് എം ലോറൻസിന്റെ ശരീരം പൊതുദർശനത്തിന് ശേഷം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ പോകുന്നു. പാർട്ടി പ്രവർത്തകരും റെഡ് വോളണ്ടിയർമാരും വനിതാ പ്രവർത്തകരുമൊക്കെ ഉച്ചത്തിലവിടെ മുദ്രാവാക്യം മുഴക്കുന്നുണ്ട്, അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നു. അതേസമയം മകൾ സ്വീകരിച്ചത് മറ്റൊരു നിലപാടാണ്. മകളുടെ നിലപാടിന് പിന്നിൽ പള്ളിയിലേക്ക് കൊണ്ടുപോകണമെന്ന നിലപാടിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്നത് എൻ്റെ മകൻ ആരോപണമായി ഉന്നയിക്കുന്നുണ്ടായിരുന്നു. മക്കളുടെ നിലപാട് കോടതിക്ക് മുന്നിലേക്ക് എത്തി. അതിനുശേഷമാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം കോടതിയുടെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്നത്. റിയ കേൾക്കാമെങ്കിൽ അവിടെ വലിയ മുദ്രാവാക്യം മുഴക്കുന്നതിനിടയിൽ റിയക്ക് കേൾക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. കേൾക്കാമെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇപ്പോൾ തന്നെ നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ് ഭൗതികദേഹം.
MM ലോറൻസിന്റെ പൊതുദർശനവുമായി ബന്ധപ്പെട്ടിപ്പോൾ കഴിവാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭൗതിക ശരീരത്തിന് കൈകൾ പിടിച്ച് മകൾ ആശ കഴിവാളിൽ തന്നെ അതേപോലെ തന്നെ പാർട്ടി പ്രവർത്തകർ MM ലോറൻസിന് അഭിവാദ്യങ്ങളുമായി വിദ്യാഭ്യാസങ്ങൾ വിളിച്ചുകൊണ്ട് നാടകീയമായ രംഗങ്ങളാണ്. ഒരിക്കലും ഒരാൾക്കും സംഭവിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള വിവാദങ്ങളും ചർച്ചകളും കോടതിയിലേക്ക് ഒരു വിഷയം എത്തുന്ന സ്ഥിതിയുമാണ് MM ലോറൻസിന്റെ കാര്യത്തിലുണ്ടായത്. മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുനിൽക്കുന്നതുമായി ബന്ധപ്പെട്ട എതിർപ്പാണ് നേരത്തെ മകൾ ഉന്നയിച്ചത്. ലോറൻസിനെ പാർട്ടി ചതിച്ചു, പാർട്ടിയുടെ അടിമയെ മൂത്ത മകൻ അതിന് കൂട്ടുനിൽക്കുന്നുണ്ടായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം മകൾ ആശ ലോറൻസ് ആരോപിച്ചത്. എന്നാൽ ലോറൻസിന്റെ ആഗ്രഹപ്രകാരമാണ് മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറുന്നത് എന്തായിരുന്നു മകൻ അഡ്വക്കേറ്റ് MN സജീവന്റെ നിലപാട്. കുടുംബത്തിന്റെ താല്പര്യപ്രകാരം വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്ന് നേരത്തെ CPM ജില്ലാ സെക്രട്ടറി CL മോഹനും പ്രതികരിച്ചിരുന്നു. മരണശേഷം ചെയ്യുന്നതിനെക്കുറിച്ച് കുറച്ചു മാസം മുൻപ് ലോറൻസ് തന്നോട് പറഞ്ഞിരുന്നു എന്നാണ് സജീവൻ വ്യക്തമാക്കിയത്. താനും സഹോദരി സുജാതയും മൃതദേഹം കൈമാറുള്ള സമ്മതപത്രം നൽകിയിട്ടുമുണ്ട്. ആശയുടെ പ്രതികരണത്തിന് പിന്നിൽ RSS ആണ് എന്ന രാഷ്ട്രീയമായ ആരോപണം കൂടി സജീവൻ പരസ്യമായി ഉന്നയിച്ചിരുന്നു. അതേസമയം ഒരു കമ്മ്യൂണിസ്റ്റ് ക്രിസ്തീയ ആചാരപ്രകാരം അവസാന യാത്രയിൽ പോകുന്നത് CPM സഹിക്കുന്നില്ല. ഹിന്ദുവാണെങ്കിൽ പയ്യാമ്പലം ബീച്ചിലോ മറ്റോ അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കുമായിരുന്നു എന്ന കടന്ന ആരോപണം മകൾ ആശയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ വന്നിരുന്നു. അപ്പൻ്റെയും 4 മക്കളുടെയും വിവാഹം നടന്നത് പള്ളിയിലാണ്. വിശ്വാസപ്രകാരമാണ് ജീവിച്ചത്. ലോറൻസിനേക്കാൾ വലിയ നിരീശ്വരവാദിയായിരുന്ന അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അന്ത്യകർമ്മങ്ങൾ ക്രിസ്തീയ ആചാരങ്ങളോടെയായിരുന്നു. അപ്പൻ ദൈവത്തിന് എതിരായിരുന്നില്ല എന്നും മകൾ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഒടുവിലാണ് പള്ളിയിൽ അടക്കം ചെയ്യാനുള്ള അനുമതി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മകൾ ആശ ഹൈക്കോടതിയെ സമീപിച്ചത്. അതേസമയം മറ്റ് മക്കൾ 2 പേരും എതിർപ്പറിയിക്കുകയും ചെയ്തു. മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കാമെന്നായിരുന്നു നിലപാട്. അതിനാണ് കോടതിയുടെ നിലപാട്. അനാട്ടമി ആക്ട് പ്രകാരം തീരുമാനം മെഡിക്കൽ കോളേജ് എടുക്കട്ടെ എന്ന നിലപാട് വന്നത്. അതിനുശേഷമാണിപ്പോൾ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നത്. അതിനിടയിലാണ് മകൾ വീണ്ടും വൈകാര്യമായി പ്രതികരിക്കുന്നത്. Bye.